Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സിഒഎയും പ്രാദേശിക കേബിൾ ചാനലുകളും ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയുടെ സന്ദേശമാണെന്ന് എം വിജിൻ MLA. മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കണ്ണൂർ വിഷനും നെറ്റ്വർക്ക് ചാനലും ഉൾപ്പെടെയുള്ള ചാനലുകൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും എം വിജിൻ MLA പറഞ്ഞു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ 30ാം വാർഷികാഘോഷ പരിപാടി രാമപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനവികതയുടെ സന്ദേശമാണ് സിഒഎ മുന്നോട്ട് വയ്ക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനും അധികാരികളുടെ മുന്നിലെത്തിക്കുന്നതിനും പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെയും കണ്ണൂർ വിഷന്റെയും പ്രവർത്തനം മാതൃകാപരമാണെന്നും എം വിജിൻ MLA പറഞ്ഞു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ 30ാം വാർഷികാഘോഷവും കുടുംബസംഗമവും രാമപുരത്ത് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ 30 വർഷത്തിന്റെ ആ പ്രവർത്തനത്തിൽ നെറ്റ്വർക്കായാലും സിഒ ആയാലും ഉയർത്തിപ്പിടിച്ചത് ആ മാനവികതയുടെ സന്ദേശമാണ്. അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, അവിടെ ജാതി ഉണ്ടായിരുന്നില്ല, അവിടെ മതമുണ്ടായിരുന്നില്ല, ലിംഗമോ വർണ്ണമോ ഉണ്ടായിരുന്നില്ല. ഈ നാടിന്റെ മനുഷ്യന്റെ പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 30 വർഷം പൂർത്തീകരിച്ച നെറ്റ്വർക്ക് ചാനലിന് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പങ്കുവെച്ചുകൊണ്ട് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ MD VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ വിശിഷ്ടാതിഥിയായി. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. സിഒഎയുടെ നിയന്ത്രണത്തിലുള്ള സിഡ്കോ എന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുത്തത് സിഒഎയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ K വിജയകൃഷ്ണൻ, കേരള വിഷൻ കമ്പനികളുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി തിരഞ്ഞെടുത്ത അനിൽ മംഗലത്ത്, ഈ വർഷത്തെ NH അൻവർ സംസ്ഥാന മാധ്യമ പുരസ്കാരം നേടിയ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ടർ സുധാ സുരേന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി CBPS വിശിഷ്ടാതിഥിയായി. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം വിജയകൃഷ്ണൻ, സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ, സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് MR, കണ്ണൂർ ജില്ലാ ട്രഷറർ ശശികുമാർ AV, സംസ്ഥാന കമ്മിറ്റി അംഗം K സജീവ് കുമാർ, ശശികുമാർ, ദിനേശൻ K, വിനീഷ് കുമാർ M, വിനയകുമാർ KV, പുരുഷോത്തമൻ N, പ്രസാദ് PP, രഞ്ജിത്ത് N, രാജൻ KV തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കോഴിക്കോട് ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഫയർ ഡാൻസും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ മത്സ്യലോറിയും നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിച്ച മത്സ്യലോറിയിലെ ഡ്രൈവർക്ക് പരിക്ക്. ലോറിയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ മംഗലാപുരം സ്വദേശി മുഹമ്മദ് അസ്ഫാക്കിനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഇദ്ദേഹത്തെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന മത്സ്യലോറിയും പിലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. കോക്കാട് ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ മത്സ്യലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. അപകടത്തിന്റെ CCTV ദൃശ്യം നെറ്റ്വർക്ക് ന്യൂസിന് ലഭിച്ചു. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതക്കുരുക്കുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച് UDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പയ്യന്നൂർ ടൗൺ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച് UDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പയ്യന്നൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പയ്യന്നൂർ ടൗൺ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ UDF ചെയർമാൻ S.A. ഷുക്കൂർ ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി K.T. സഹദുള്ള, DCC ജനറൽ സെക്രട്ടറി A.P. നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവെള്ളൂർ AVS മാർഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നവീകരണത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് തുടരുന്നു. മഴക്കാലം തുടങ്ങിയതും മൈതാന നവീകരണത്തിന് പ്രതികൂലമായി ബാധിക്കും. കരിവെള്ളൂർ AVS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നവീകരണത്തിനായി നാട് കാത്തിരിപ്പ് തുടരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത് പ്രതീക്ഷയോടെയാണ് നാട് കാത്തിരിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുന്നത് മൈതാന നവീകരണത്തിന് പ്രതികൂലമാകും. ഒട്ടേറെ കായിക താരങ്ങളെ വളർത്തിയെടുത്ത നാടിന്റെ മൈതാനം ദേശീയപാത വികസനത്തിനു വേണ്ടി വഴിമാറിക്കൊടുത്തിരുന്നു. ഇതോടെ പഴയകാല പ്രതാപം നഷ്ടമായി. കായിക താരങ്ങളുടെയും നാടിന്റെയും ആവശ്യത്തെ തുടർന്ന് മൈതാനം നവീകരിക്കുന്നതിന് കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും മുൻ MLA TA മധുസൂദനന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയും സ്കൂൾ മൈതാന വികസന പദ്ധതിക്ക് നീക്കിവെച്ചു. എന്നാൽ നാളിതുവരെയായി നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. പഴയ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയം പൊളിച്ചുമാറ്റിയാൽ മാത്രമേ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഓഡിറ്റോറിയം പൊളിച്ചുമാറ്റാനുള്ള അനുമതിക്കായി ജില്ലാ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് വേഗത്തിൽ അനുകൂല നടപടികളുണ്ടായാൽ മാത്രമേ മൈതാന നവീകരണം പൂർത്തിയാവുകയുള്ളൂ. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ വികസനത്തിനൊപ്പം ചേരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഫാഷൻ റൺവേ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് ഫസ്റ്റ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഥർവ് അരുൺ. പയ്യന്നൂർ കണ്ടോത്തു സ്വദേശി അരുണിന്റെയും ബബിനിയുടെയും മകനാണ് 4 വയസ്സുകാരനായ അഥർവ്. ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ സൗന്ദര്യ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പയ്യന്നൂരുകാരനായ കണ്ടോത്തുകാരനായ അഥർവ് അരുണാണ് നമ്മുടെ കൂടെ ചേരുന്നത്. മോനിപ്പോ 4.5 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ? സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത അംഗൻവാടിയിലാ പഠിക്കുന്നത്. ഏത് മത്സരത്തിനാ പങ്കെടുത്തത്? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയത്? എന്തൊക്കെയുണ്ടായിരുന്നു മത്സരം? നടക്കുന്നത്, പിന്നെ പിന്നെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ ആ സ്റ്റേജിൽ എങ്ങനെയാ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഥർവ് അരുൺ. ഞാൻ അംഗൻവാടി പഠിക്കുന്നു. ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ചച്ചൻ, വെല്ലച്ചൻ, കുഞ്ഞിവാവ, അച്ഛൻ, ഇത്ര ആൾക്കാർ എൻ്റെ വീട്ടിലുണ്ട്. ഫാഷൻ റൺവേ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ജൂനിയർ മോഡൽ ഇന്റർനാഷണലിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അഥർവ് അരുൺ ഫസ്റ്റ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളുടെ ഫാഷൻ, മോഡലിംഗ്, ടാലന്റ് പ്രകടനങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന അന്തർദേശീയ പ്ലാറ്റ്ഫോമാണ് ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ. കുട്ടികളിലെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി അവരെ ദേശീയ, അന്തർദേശീയ തലങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കോഴിക്കോട് വെച്ച് നടന്ന ഇന്ത്യൻ ഫിനാലെയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് 1ാം സ്ഥാനം നേടിയാണ് ഈ കൊച്ചുമിടുക്കൻ ശ്രദ്ധേയനായത്. ഇതോടെ തായ്ലാന്റിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഈ മിടുക്കൻ നേടിയെടുത്തു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അഥർവ് അരുൺ. കോഴിക്കോട് വെച്ച് ഫസ്റ്റ് 2 ദിവസം ഗ്രൂമിങ്, അതിൻ്റെ നെക്സ്റ്റ് ഗ്രൂമിങ്ങില്ല രാവിലെ ഗ്രൂമിങ് പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം ടാലൻറ്റ് റൗണ്ടാണ് ഫസ്റ്റ് ഉണ്ടായത്. അതും അങ്ങനെ തന്നെ മോൻ എല്ലാവരും മുമ്പിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് പാടി. പിന്നെ നെക്സ്റ്റ് ഡേ ഉണ്ടായെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷനും ഇൻ്റർവ്യൂവും. അതവർ ക്വസ്റ്റ്യൻ ആൻസറും ചോദിക്കും. പിന്നെ മോൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മോൻ അറിയില്ല, കാരണം അംഗൻവാടിയിലല്ലേ, അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷായിരുന്നു മൊത്തം. ആ ഒരു പേടി മോൻ ഉണ്ടായിരുന്നു. മോൻ കരഞ്ഞിരുന്നു. അവർ ചോദിച്ചു എൻ്റെ കോച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന സംഭവം, മോൻ ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും നല്ല സഹകരിച്ചു, കാരണം മോൻ മലയാളം എന്നപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുണ്ടായിട്ടുണ്ടാവും ഉള്ളിൽ. മോൻ നന്നായിട്ട് ഇൻട്രൊഡക്ഷനും ഇൻ്റർവ്യൂവും ചെയ്തു.
പിന്നെ തേർഡ് ഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും, അതായത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പേടിയുള്ള ദിവസം തേർഡ് ഡേ ആയിരുന്നു. കാരണം ട്രഡീഷണൽ റൗണ്ട്, മോന് ട്രഡീഷണൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേജിന് വലിയ സ്റ്റേജായിരുന്നു. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരണം. മോൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആയിരുന്നു. കുഞ്ഞു മക്കൾക്ക് പിന്നെ കയ്യിൽ വാള് സംഭവങ്ങൾ അതെല്ലാം ഉണ്ടായതുകൊണ്ട് മോനത് ചെയ്യാൻ പറ്റുമോ ഡൗട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടീസൊന്നും, അത് ഡ്രസ്സിട്ട പ്രാക്ടീസൊന്നും അധികം കിട്ടിയിട്ടുണ്ടായിട്ടാ. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഭ തന്നെയാണ് മോൻ. അപ്പോൾ ഇത്തരം കടമ്പകൾ കിടക്കാൻ എന്തായാലും പയ്യന്നൂരുകാർ, അതായത് ഒരു നാട്ടിൻ പുറത്തുനിന്ന് ഇത്രയും ഒരു ഇന്റർനാഷണൽ ലെവലെത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതിലെന്താണ് തോന്നുന്നത്? ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല മോനിങ്ങനെ കിട്ടുമെന്ന്. കാരണം വേറെ ഒന്നല്ല, അവിടെ ഇല്ലാതെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട്, അത് കുറേ വർഷങ്ങളായിട്ട് ഈ മോഡലിംഗ് ചെയ്യുന്ന മക്കളായിരുന്നു. ഇവരുടെ കൂടെ മത്സരിച്ചതെന്ന് വെച്ചാൽ 10-14 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. കാരണം ആരും മോശം പറയാനില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ആ സ്യൂട്ട് റൗണ്ടിലായിരുന്നു. അതിന് മുമ്പ് സബ് ടൈറ്റിലെല്ലാം കൊടുത്തപ്പോൾ മോനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു സബ് ടൈറ്റിൽ. അപ്പോൾ മോൻ കരഞ്ഞ് ചോദിച്ചു എന്ന് പറഞ്ഞു അവരോട്, അവിടുത്തെ ടീമിലത്തെ ആൾക്കാരോട് ചോദിച്ചു, മോന് ഇങ്ങനെ ട്രോഫി ഒന്നും കിട്ടിയിട്ടല്ല, കിട്ടൂലേന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഫസ്റ്റ് ആവുന്നത്. അപ്പം ലാസ്റ്റ് നമുക്കൊരു 10-11 മണി ആവാനാകുമ്പോൾ ഒരു റിസൾട്ട് വന്നത്. അപ്പോൾ സെക്കൻഡ് റണ്ണറപ്പ് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വിളിച്ചു ഫസ്റ്റ് റണ്ണറപ്പ് വേറൊരു കുട്ടിയുണ്ട്, അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്പർ 2 അതർ വരും എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങളുടെ കയ്യിൽ ഫോൺ ഫുള്ള് സ്വിച്ച് ഓഫ് ആയിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ പോലും എടുക്കാറില്ല. അല്ലാതെ ഞങ്ങൾ അത്രയും ഇല്ലാണ്ട് എന്താ പറയുക, അതിനും ഇനി ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം വേറെ കിട്ടാനില്ല. ഞങ്ങൾ ഫാമിലിക്ക് മൊത്തം ഏറ്റവും വലിയ സന്തോഷം അതാണ്. അപ്പോൾ എന്തായാലും കേരളത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ചിരിക്കുകയാണ് അദർ. അതുപോലെ ഇന്റർനാഷണൽ തലത്തിലും നമ്മുടെ കേരളത്തിനും പയ്യന്നൂരിനും അഭിമാനമായി ഈ കൊച്ചുമിടുക്കൻ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന് പുതുതായി നിർമ്മിച്ച വ്യാപാര ഭവൻ തുറന്നു. തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന പദ്ധതിയിൽ 4 പതിറ്റാണ്ട് പിന്നിട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ 3ാമത് വ്യാപാര ഭവനാണ് ടൗണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പതിറ്റാണ്ടുകളായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് നേതൃത്വം വഹിച്ച തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് KV ലക്ഷ്മണൻ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പതാക ഉയർത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഇദ്ദേഹത്തെ കൈവിടില്ല. തീർച്ചയായും മുറുക്ക പിടിച്ചോ. തൃക്കരിപ്പൂരിനെ ഒരു പൊന്നാപുരം കോട്ടയാക്കി നിർത്തുന്ന ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത, മനസ്സുള്ള, നന്മയുള്ള, വർഗീയതയില്ലാത്ത, മതേതര സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ അശ്വിനി ദേവിനോട് പറഞ്ഞ് ഓർക്കുകയാണ്. അങ്ങയെ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അഭിമാനിക്കുന്നു. ഞങ്ങളുടെ വ്യാപാരികളെല്ലാം അങ്ങയെ സഹായിച്ചു. ഇനി തീർച്ചയായും വ്യാപാരി സമൂഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനൊക്കെ അങ്ങയെപ്പോലുള്ള കരുത്തനായ ദൈവാനുഗ്രഹത്താൽ മന്ത്രിയാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നിയുക്ത MLA സന്ദീപ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി മുഗൾ റഷീദ്, ട്രഷറർ EV ദിനേശൻ, MDP ഷാഹിന, ഫായിസ് ബീരിച്ചേരി, KJ സജി, PP മുസ്തഫ, AGC ബഷീർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഡോക്ടർ VPP മുസ്തഫ, EM സോജു, E ബാലകൃഷ്ണൻ, AG ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജനകീയ ഡോക്ടർ മാട്ടൂൽ നോർത്തിലെ ഡോക്ടർ MB ബാലന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. മാട്ടൂൽ നോർത്ത് ജസീന്ത ബിൽഡിംഗിന് സമീപം ചേർന്ന അനുശോചന യോഗത്തിൽ നിരവധി പേർ അനുശോചനം അറിയിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച മാട്ടൂലിലെ ജനകീയ ഡോക്ടർ MB ബാലന്റെ ആകസ്മികമായ വിയോഗം മാട്ടൂൽ ഗ്രാമത്തിന് തീരാനഷ്ടമാണ്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നു ഇദ്ദേഹം. മാട്ടൂലിന്റെ ജീവകാരുണ്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു. സർവകക്ഷി അനുശോചന യോഗത്തിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മാട്ടൂൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫായിസ ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ M രാജു, അജിത് മാട്ടൂൽ, O വിജേഷ്, മാട്ടൂൽ സർവീസ് ബാങ്ക് പ്രസിഡന്റ് KP നാസർ, കപ്പള്ളി അനീഷ്, PT സുരേഷ് ബാബു, B കുഞ്ഞഹമ്മദ്, PV പ്രദീപൻ, മൊത്തങ്ങ ബാലകൃഷ്ണൻ, C പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്
പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് പരിശോധന നടത്തി. അശാസ്ത്രീയമായി മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് കണ്ടെത്തിയതിനാൽ ആശുപത്രി അധികൃതർക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് അശാസ്ത്രീയമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് പരിശോധന നടത്തി. മെഡിക്കൽ കോളേജ് ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപം മാലിന്യം നിക്ഷേപിച്ചയാളെ കണ്ടുപിടിച്ച് പിഴ ചുമത്താൻ തീരുമാനിച്ചു. കൂടാതെ മാലിന്യങ്ങൾ സംസ്കരിക്കാതെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതും കണ്ടെത്തിയതിനാൽ നോട്ടീസ് നൽകാനും തീരുമാനിച്ചു. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വി ജ്യോതി, വിഇഒ ജിതേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കയ്യൂർ ചൂട്ടേൻപാറയിൽ ചെങ്കൽ ഖനനം നടത്തിയ സ്ഥലത്ത് മാലിന്യം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ പ്രദേശത്ത് പതിയെ വീണ്ടും ചെങ്കൽ ഖനനത്തിന് തുടക്കമാവുകയാണോ എന്നും ആശങ്ക. കയ്യൂർ ചൂട്ടേൻപാറയിൽ ചെങ്കൽ ഖനനം നടത്തിയിടത്ത് മാലിന്യം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ പ്രദേശത്ത് പതിയെ ചെങ്കൽ ഖനനത്തിന് തുടക്കമാവുകയാണോ എന്നും ആശങ്ക. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പാറപ്രദേശം ചൂട്ടേൻപാറയുടെ സവിശേഷതയാണ്. നിരവധി ജീവജാലങ്ങൾ പുലർന്നു പോരുന്നതും ഈ പാറപ്രദേശത്തെ ആശ്രയിച്ചാണ്. ചുറ്റിലുമുള്ള ജനവാസ കേന്ദ്രങ്ങളുടെ ജലത്തിന്റെ ഉറവിടത്തിന് ആധാരവും ഈ പ്രദേശമാണ്. ഇവിടെ തന്നെയാണ് കടുത്ത വേനലിലും വറ്റാത്ത വലിയ ജലാശയമുള്ളത്. ചെങ്കൽ ഖനനം വ്യാപിക്കുകയാണെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്കാവും എത്തുക. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. രാമന്തളിയിലെ CPIMന്റെ പ്രമുഖ നേതാവും ദീർഘകാലം രാമന്തളി ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന പച്ചകൃഷ്ണന്റെ 11ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. രാമന്തളിയിലെ CPIM പ്രമുഖ നേതാവും ദീർഘകാലം രാമന്തളി ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന പച്ചകൃഷ്ണന്റെ 11ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. കല്ലേറ്റും കടവിൽ നടന്ന അനുസ്മരണ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ ശത്രു മുസൽമാൻ, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യൻ, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റ് എന്ന് എഴുതാൻ നേതൃത്വം കൊടുത്ത RSSന്റെ രണ്ടാമത്തെ സർസഞ്ചാരക്കായിട്ടുള്ള ഗോൾവാൾക്കറിന്റെ മുന്നിൽ ശിരസ് കുനിച്ച് നമോഭാഗം പറയാൻ രണ്ട് സാമാജികന്മാർ മാത്രമാണ് മുന്നോട്ട് വന്നത്. ഒന്നാമത്തെ സാമാജികൻ സാക്ഷാൽ BJPയുടെ നേതാവ് O രാജഗോപാലനാണെങ്കിൽ രണ്ടാമത്തെ സാമാജികൻ ഇന്നത്തെ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശനായിരുന്നു എന്ന് നാം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. P. സുഗുണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MV ഗോവിന്ദൻ, OK ശശി, രാമന്തളി ലോക്കൽ സെക്രട്ടറി TP അനൂപ്, V. പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. EV രമേശൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാഗക്കളവും പുള്ളുവൻപാട്ടും ഭക്തജനങ്ങൾക്ക് അപൂർവമായ ആത്മീയ അനുഭവമായി മാറി. പ്രകൃതിദത്തമായ പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ചാണ് നാഗക്കളം ഒരുക്കിയത്. കേരളത്തിന്റെ അനുഷ്ഠാന പാരമ്പര്യ കലകളെ പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫോക്ലാൻഡ് അവതരിപ്പിച്ച നാഗക്കളവും പുള്ളുവൻപാട്ടും കലാസ്വാദകരുടെയും ഭക്തജനങ്ങളുടെയും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ക്ഷേത്ര തിരുമുറ്റത്ത് അതിമനോഹരമായി വരച്ച സർപ്പക്കളത്തിൽ നാഗദേവതകളെയും വിവിധ ദൈവശക്തികളെയും സ്തുതിച്ചുകൊണ്ടുള്ള പുള്ളുവൻപാട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രകൃതിദത്തമായ പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ചാണ് നാഗക്കളം ഒരുക്കിയത്. ഉമിക്കരി ഉപയോഗിച്ചുള്ള കറുപ്പ് നിറവും അരിപ്പൊടിയിൽ നിന്നുള്ള വെള്ള നിറവും മഞ്ഞൾ ഉപയോഗിച്ചുള്ള മഞ്ഞ നിറവും മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് തയ്യാറാക്കുന്ന ചുവപ്പ് നിറവും മഞ്ചാടിയില ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന പച്ച നിറവും ചേർത്താണ് സർപ്പക്കളം ദൃശ്യവിസ്മയമാക്കിയത്.
പാട്ടിൽ ഉപയോഗിക്കുന്ന തനത് വാദ്യോപകരണങ്ങളും ചടങ്ങിന്റെ പ്രത്യേക ആകർഷണമായി. പ്ലാവിന്റെ വേരുകൊണ്ട് നിർമ്മിക്കുന്ന വീണയും മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന പുള്ളുവൻ കുടവും കൈമണിയും ചേർന്ന ത്രിപുടതാളവും പുള്ളുവൻ പാട്ടിന്റെ ഈണങ്ങൾക്ക് ആഴവും ആത്മീയതയും പകർന്നു. നാഗക്കളത്തിന്റെ ദൃശ്യവിസ്മയവും പുള്ളുവൻ പാട്ടിന്റെ സംഗീതമാധുര്യവും ചേർന്നപ്പോൾ ക്ഷേത്ര പരിസരം ആത്മീയതയിൽ നിറഞ്ഞു. ചെട്ടികുളങ്ങര സ്വദേശികളായ ജയകുമാർ, ജലജ, രമേശൻ, ജഗദീശ്വർ എന്നിവർ പങ്കെടുത്തു. ഫോക്ലാൻഡ് കോർഡിനേറ്റർമാരായ കെ സുരേശൻ, രജിത VM, സജിന AV, രാകേഷ് രാമചന്ദ്രൻ, സവിനയ് കുമാർ KP എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉത്സവപ്പറമ്പുകളിൽ എവിടെ തിരിഞ്ഞാലും കളിപ്പാട്ടങ്ങളാണ്. 1-2 ദിവസത്തെ കൗതുകത്തിനു ശേഷം വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കുന്ന വിപത്തുകൾ വളരെ വലുതാണ്. ഉത്സവപ്പറമ്പുകളിൽ എവിടെ തിരിഞ്ഞാലും കളിപ്പാട്ടങ്ങളാണ്. 1-2 ദിവസത്തെ കൗതുകത്തിന് ശേഷം വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കുന്ന വിപത്തുകൾ വളരെ വലുതാണ്. കളിപ്പാട്ടങ്ങൾ 90% പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്നവയാണ്. ഓരോ വർഷവും 5% പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ വിപണിയിൽ അധികമായി എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പലപ്പോഴും ഗുണനിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക്കുകളായിരിക്കും ഇത്. ചെറിയ കുട്ടികൾ ഇവ കടിച്ചാൽ ഇവയുടെ നിറം ഉള്ളിലെത്തുന്നത് രോഗങ്ങൾക്ക് കാരണമാകും. ഇവയിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ വളരെ പെട്ടെന്ന് ഉപയോഗശൂന്യമാവുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. മണ്ണിലെത്തുന്ന ഇവ മണ്ണിനെ മാത്രമല്ല മനുഷ്യനെയും നശിപ്പിക്കാൻ കാരണമാകുന്നു. ബലൂണുകളും ദോഷകരമാണ്. പുതിയ കാലം പുതിയത് ആവശ്യപ്പെടുമ്പോൾ അത് മണ്ണിനും മനുഷ്യനും ദോഷകരമാകാത്ത കളിപ്പാട്ടങ്ങളാവുന്നതാണ് ഉത്തമം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ കോളേജ് 1977-79 പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ബാച്ചിന്റെ ഒത്തുചേരൽ നടന്നു. ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പയ്യന്നൂർ കോളേജ് 1977-79 പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഒത്തുചേരൽ നടന്നു. PV ഗിരിജവല്ലി അധ്യക്ഷത വഹിച്ചു. TA രാജീവൻ സ്വാഗതം പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ ആൻഡ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായ സഹപാഠി KV ബാബുവിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സുദൃഢമാക്കുന്നതിന് വേണ്ടി കഴിയാതെ ഈ അകൽച്ച അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനസികമായ ഐക്യത്തിലേക്ക് ഒരു കുടുംബം പോലെ ഏത് വിഷയമുണ്ടായാലും നമ്മളതൊരു കുടുംബത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലയിൽ ഉള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ആ ഒരു സന്തോഷമാണ് ഈ കൂട്ടായ്മയിലുള്ളത്. മലബാർ ദേവസ്വം ബോർഡ് 7 ജില്ലകൾ ഉൾപ്പെട്ട ഈ കാസർഗോഡ് മുതൽ P. സുഗുണൻ ഷോൾ അണിയിച്ചു. V. ഗീത ഉപഹാര സമർപ്പണം നിർവഹിച്ചു. M. ഉണ്ണികൃഷ്ണൻ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് TP ചന്ദ്രശേഖരൻ, N. അജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം കണ്ണാപ്പള്ളിപ്പൊയിൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KV സുനുകുമാർ ഉദ്ഘാടനം ചെയ്തു. എരമം കണ്ണാപ്പള്ളിപ്പൊയിൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ കളരി സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KV സുനുകുമാർ ഉദ്ഘാടനം ചെയ്തു. അവിടെയുള്ള പഴയതും പുതിയതുമായ കൂട്ടുകാർ, പുതിയ അധ്യാപകർ, പുതിയ പാഠപുസ്തകങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഒരു പല സുന്ദരമായ ഒരു ഓർമ്മകളുണ്ടാവും. സാധാരണ ജൂൺ മാസം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് സ്കൂളിലെ മണം വരും എന്ന് പറയാം. ഒരു മഴയും അതിൻ്റെ നനുത്ത മനയും ഒരു കൊടയും നനവും ഒക്കെ, അതൊക്കെ ഒരു പശ്ചാത്തലമാണ്. ഒരു സ്കൂൾ തുറക്കുമ്പോഴുള്ള ഒരു സംഗതിയാണ്. MB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. MV വിജയൻ മാസ്റ്റർ, CP അജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നിർമ്മിക്കാം പഠിക്കാം കളിപ്പാട്ട നിർമ്മാണ പരിശീലനത്തിന് MV വിജയൻ മാസ്റ്റർ നേതൃത്വം നൽകി. ഞായറാഴ്ച പാൽ സംഭരണ കേന്ദ്രം സന്ദർശനവും അഗ്നിസുരക്ഷ, ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എടനാട് ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം അഷ്ടബന്ധ നവീകരണം 1-ാം ദിവസത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കെടുത്തു.
എടനാട് ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം അഷ്ടബന്ധ നവീകരണം 1-ാം ദിവസത്തിൽ തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്തു നിന്നും ബ്രഹ്മശ്രീ കാര ഇല്ലത്ത് ഭട്ടതിരി മാധവൻ നമ്പൂതിരിയെയും മറ്റ് ആചാര്യന്മാരെയും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും ജനാവലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി സ്ത്രീകൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എടനാട് കണ്ണങ്ങാട്ട് ക്ഷേത്രം വഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. കലശ മഹോത്സവത്തോടനുബന്ധിച്ച് പുതിയതായി നിർമ്മിച്ച വഴിപാട് കൗണ്ടർ തന്ത്രി ഭദ്രദീപം കൊളുത്തി തുറന്നു. പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് തേജ്രാജ് മലർ താക്കോൽ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ആലപ്പടമ്പ് ഗോൾഡൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 2026 മെയ് 17 നടത്താൻ തീരുമാനിച്ച കെട്ടിടോദ്ഘാടനവും സിൽവർ ജൂബിലി ആഘോഷവും ചില സാങ്കേതിക കാരണങ്ങളാൽ മെയ് 19 മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിക്കുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.